എത്രയും ദയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരീയം അമ്മച്ചി എന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. മാതാവിൻ വണക്കമാസം വരും നാളിൽ വീട്ടിലെന്താഘോഷമായിരുന്നു. പ്രാർത്ഥനാ മുറിയെല്ലാം പൂമാല കോർത്തിടും. പ്രാർത്ഥനാഗീതികൾ ആർത്തുപാടും. നിത്യസഹായ നൊവേനകൾ ചൊല്ലി ഭക്തിയായി മാതാവിനെ വണങ്ങി. മാതൃവാത്സല്യമാം സ്നേഹം നുകരാൻ മാതാവിൻ മടിയിൽ ഞാൻ ചാഞ്ഞുറങ്ങി. നെഞ്ചോട് ഒട്ടിച്ചേർന്ന് കിടന്നിരുന്ന വെന്തിങ്ങത്തട്ടിൻ്റെ ഉത്തിരിയത്തിൻ്റെ പഴയ ഓർമ്മകൾ മനസ്സിലുണരുന്നില്ലേ? പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ, കാർമൽ ഗീതങ്ങൾ ഉണരുമ്പോൾ പരിശുദ്ധ കർമ്മല മാതാവ്, ഉത്തിരീയ മാതാവ്, വെന്തിങ്ങ മാതാവ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കർമ്മലാരാമത്തിലെ ലില്ലി പുഷ്പം പരിശുദ്ധ മറിയം, പണ്ടൊക്കെ എല്ലാവിധ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തു സംരക്ഷിക്കുന്ന പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സ്നേഹവസ്ത്രം ധരിക്കുമായിരുന്നു വെന്തിങ്ങ അഥവാ ഉത്തിരീയം. 1251 ജൂലൈ 16 സൈമൺ സ്റ്റോക്ക് എന്ന വന്യവയോധികന് പരിശുദ്ധ കർമ്മല മാതാവ് പ്രത്യക്ഷയായി പറഞ്ഞു, മകനെ, എൻ്റെ സ്നേഹ സംരക്ഷണ വസ്ത്രം ഉത്തിരീയം നീ ധരിക്കുക. ഭക്തിയോടെ ആത്മീയ ചൈതന്യത്തിന് നിറവിൽ ഉത്തിരീയം ധരിക്കുന്ന മക്കളെ സകലവിധ അപകടങ്ങളിൽ നിന്നും സകലവിധ ആപത്തുകളിൽ നിന്നും ഞാൻ പ്രത്യേകമാം വിധം സംരക്ഷിക്കും. കർമ്മല അമ്മയുടെ വാഗ്ദാനമായിരുന്നു അത്. സഹോദരങ്ങളെ, ഇന്ന് ആധുനികതയിലൂടെ മനുഷ്യൻ ചരിക്കുമ്പോൾ നമ്മൾ ആ ഉത്തിരീയത്തിൻ്റെ ആ ഓർമ്മകളൊക്കെ മങ്ങിമറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമുക്ക് തിരിച്ചു വരാം. പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയുടെ സ്നേഹഗീതി പാടി ആ കർമ്മലാരാമത്തിലെ പനിമലരിനെ പാടിപ്പുകഴ്ത്തി ഈശോയ്ക്ക് മഹത്വം നൽകാം. റോസാ പൂവേ, റോസാ പൂവേ, സ്വർഗീയ റോസാ പൂവേ.
സ്വർഗീയ റോസാ ആനന്ദ റോസാ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ. ദാവീദിൻ തിരുഗോപുരമേ, പൂവുകൾ നിറയും പൂന്തോട്ടമേ. ദാവീദിൻ തിരുഗോപുരമേ, പൂവുകൾ നിറയും പൂന്തോട്ടമേ. സാഗര താരകമേ, സാഗര താരകമേ. റോസാ 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 സ്വർഗീയ റോസാ ആനന്ദ റോസാ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ. ലബനോനിൽ വിരിയും ലില്ലിപ്പൂവേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ. ആവാ പിതാവേ, ആവാ പിതാവേ, ആവാ പിതാവേ, പിതാവേ. പിന്നെ ആബാപിതാവിൻ്റെ പ്രിയപുത്രിയായ പരിശുദ്ധ മറിയത്തെ പ്രകീർത്തിച്ച് മനോഹരമായ ഗാനം പിന്നെ പാടി. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതിനെ പഠിക്കുക? ഞാൻ PG കഴിഞ്ഞു. ഇപ്പോൾ PG കഴിഞ്ഞു. പാട്ടുകളൊക്കെ പള്ളികളിലൊക്കെ പാടുന്നുണ്ടോ? പള്ളിയിൽ പാടാറുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ആൽബങ്ങളിലോ അങ്ങനെ മറ്റു? ഇല്ല, ആൽബങ്ങളിലൊന്നുമില്ല, പള്ളിയിൽ പാടുന്ന മാത്രം. പക്ഷേ മനോഹരമായി പാടുന്നു. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പാട്ടുകളൊക്കെ പാടാറുണ്ട് വീട്ടിൽ? പാടാറുണ്ട്. ജപമാല ചൊല്ലുന്ന സമയം എപ്പോഴാണ്? 7:30 ഇനി വ്യക്തിപരമായി ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പുറം വ്യക്തിപരമായി ജപമാല എല്ലാവരുണ്ടോ? ചെല്ലാറുണ്ട്. ഉണ്ട്. എപ്പോഴാ സാധാരണയൊക്കെ? അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, സമയം കിട്ടുമ്പോൾ. മാതാവിനെ എത്രമാത്രം ജീവിതത്തിലേക്ക് ക്ഷണിക്കാറുണ്ട്? എനിക്ക് പൊതുവേ
ഏത് വേദി ചെന്നാലും എല്ലാ കാര്യത്തിനും ഭയങ്കര ടെൻഷനാ. ഉവ്വ. അപ്പോൾ ഒരു പെട്ടെന്ന് എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം എത്രയും നല്ല മാതാവെ ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങുവാണെങ്കിൽ വലിയ ടെൻഷൻ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട്. ആ കാര്യത്തിൽ വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയാണോ എത്രയും നല്ല മാതാവ്? അല്ല, അതിനു അല്ല, വേണ്ടി അങ്ങനെ വരാം. അങ്ങനെയുള്ള കാഴ്ചപ്പാട് സാധാരണ വരാൻ സാധ്യതയുണ്ടല്ലോ. നമ്മുടെ ഒന്ന് പെട്ടെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. തീർച്ചയായും അത് വളരെ നല്ലൊരു പ്രാർത്ഥന തന്നെയാണ്, പ്രാർത്ഥന രീതിയാണ്. ഇപ്പോൾ കോളേജ് കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന തലങ്ങളിലൊക്കെയുള്ള കൂട്ടുകാരികൾ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ മാതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊക്കെ പിന്നിക്ക് സാധിക്കുന്ന പോലെ ഒരു സാക്ഷ്യം കൊടുക്കാൻ കഴിയാറുണ്ടോ? എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്. പൊതുവെ ഞാൻ PG ചെയ്തത് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജിലാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ മുസ്ലിംസാണ്, അക്രൈസ്തവരായവരാ. എൻ്റെ കോളേജിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ക്രിസ്ത്യനായിട്ട്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും ഓരോ കാര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ പാട്ടുകൾ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പം എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായും ഒരു അടിച്ചേൽപ്പിക്കലല്ല, മറിച്ച് നമ്മുടേതായ പരിമളം പരത്തുക, പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗകുമാര്യത പറഞ്ഞു കൊടുക്കുക. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. എവിടെയായിരുന്നാലും അവിടെ സാക്ഷ്യം നൽകുവാനാണ് ദൈവം നമ്മളെ അയക്കുക. അങ്ങനെയാണല്ലോ, അങ്ങനെ തോന്നാറുണ്ടോ? അതെ, തീർച്ചയായും. അപ്പോൾ ഈ ഗാനാത്മകത, വളരെ മനോഹരമായ ശബ്ദം, ആ ശബ്ദം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് അനേക ഇടങ്ങളിൽ പാടുവാൻ വിന്നിക്ക് ഇടയാകട്ടെ. പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മീയ വഴിത്താരയിൽ നിന്ന് നീങ്ങാൻ പോലും സമയമില്ലാത്ത ഒരു തിരക്ക് എല്ലാ ജനങ്ങളിലുമുണ്ട്, വിശിഷ്യ യുവജനങ്ങളിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി കുഞ്ഞുങ്ങളായാലും യുവാക്കളായാലും എപ്പോഴും ഒരു ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കൊക്കെ അതിനുള്ള സമയം പോലും കണ്ടെത്താൻ അവർക്ക് സാധിക്കാറില്ല എന്ന് തോന്നുന്നു. ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. മറിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്ന യുവജനങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ നല്ല ശതമാനം നമുക്കറിയാൻ പറ്റും. ഇത് പല വേദികളിലും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ആധുനിക മാധ്യമങ്ങൾ, ദൈവം നന്മയ്ക്ക് വേണ്ടി നൽകിയ എല്ലാ മാധ്യമങ്ങളും നന്മയുടെ പ്രതിഫലനങ്ങളാണ്. പക്ഷേ അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ ശുഷ്കത, ഒരു വ്രണം പോലെ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്, അല്ലേ? ശരിയല്ലേ? തീർച്ചയായും. അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ പരിശുദ്ധ അമ്മയെ ചൂണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും, ജപമാല പ്രാർത്ഥന, അതിൻ്റെ അർത്ഥവും അർത്ഥവ്യാപ്തിയും ആഴവും അത് മറന്നു പോകുന്നൊരു കാലഘട്ടം. പ്രത്യേകിച്ച് പണ്ടുണ്ടായിരുന്നതും ഇന്നും മങ്ങി മറഞ്ഞതുമായ ഭക്തി, ഉത്തിരീയ ഭക്തി. നമ്മളിന്ന് ഈ എപ്പിസോഡിൽ ഉത്തിരീയത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ സത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ആഭരണമായി ഒരു വെന്തിങ്ങ കിടക്കുക, അതൊരു വലിയ ശാലീനതയാണ്. ഒരു വലിയ ഒരു പ്രത്യേക ഒരു ദൈവീക പ്രാഭാവം ആ കുഞ്ഞിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. ഈ ഉത്തിരീയത്തെക്കുറിച്ചൊക്കെ പിന്നെ വെന്തിങ്ങ എന്നതിനെക്കുറിച്ചൊക്കെ അറിയാമോ? കൂടുതലായിട്ടൊന്നും അറിയില്ല. വെന്തിങ്ങ ധരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ എല്ലാവിധ തിന്മകൾ, അപകടങ്ങൾ, അശുദ്ധി നിറഞ്ഞ വഴിത്താരകളിൽ നിന്നെല്ലാം പ്രത്യേകമാംവിധം സംരക്ഷിക്കുമെന്ന് മാതാവ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ സഭാപിതാക്കന്മാർ ഊന്നി പറഞ്ഞിട്ടുണ്ട്. വിശിഷ്യ ബെനഡിക്ട് 15 പാപ്പ പറഞ്ഞു, എല്ലാ കത്തോലിക്കരും ഉത്തിരീയം ധരിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോ വലിയ ഉത്തിരീയ ഭക്തനായിരുന്നു. ഡോൺ ബോസ്കോയുടെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷം കുടീരം പരിശോധിക്കുമ്പോൾ ഉത്തിരീയം കേടുകൂടാതെ കാണപ്പെട്ടതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 1917 മെയ് 13 പോർച്ചുഗലിലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ അന്ന് അതിനുശേഷം 6 പ്രാവശ്യം മെയ് 13, ജൂൺ 13, ജൂലൈ 13, ഓഗസ്റ്റ് 13, സെപ്റ്റംബർ 13, ഒക്ടോബർ 13 എല്ലാ 13-ാം തീയതിയും കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അതിൽ ഒക്ടോബർ 17-ാം തീയതി പരിശുദ്ധ അമ്മ കർമ്മലമാതാവിൻ്റെ രൂപഭാവങ്ങളോടെ പ്രത്യക്ഷീകരണം അങ്ങനെയായിരുന്നു. അമ്മ പറഞ്ഞു,
ഉത്തിരീയം ധരിക്കുക, ആദ്യ ശനിയാഴ്ച ഭക്തി പ്രചരിപ്പിക്കുക, ഉത്തിരീയ ഭക്തി പ്രചരിപ്പിക്കുക. ഉത്തിരീയം ധരിച്ച് ആത്മീയ വഴികളിലൂടെ ആത്മീയ ചൈതന്യത്തിലൂടെ മുന്നേറുന്ന മക്കൾ, അവർ മരിച്ച് അടുത്തു വരുന്ന ആദ്യ ശനിയാഴ്ച ശുദ്ധീകരണയിടത്തു നിന്നും പ്രത്യേകമാംവിധം ഞാൻ കരേറ്റുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്തതായി തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രമാത്രം മഹോന്നതമായ ഈ ഭക്തി വഴി പലപ്പോഴും നമ്മളിന്ന് മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി വിന്നി മറ്റെല്ലാ ഇടങ്ങളിലും കൂട്ടുകാരികളുടെ ഇടയിലും ഇങ്ങനെയൊക്കെയുള്ള ഈ സംരക്ഷണ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഞാൻ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ്. തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെയാണ്. ജപമാല പ്രാർത്ഥന സത്യത്തിൽ നമുക്കറിയാം, ഈ ആധുനികതയിൽ പീഡനം, വാണിഭം, എത്രയോ മൃഗീയമായ കാഴ്ചപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനയോടെ, ഭക്തിയോടെ, ശ്രദ്ധയോടെ, ഹൃദയവിശുദ്ധിയോടെ ജപമാല പിടിച്ച് ഉത്തിരീയം ധരിച്ച് പരിശുദ്ധ അമ്മയുടെ ആ നെഞ്ചോട് ചേർന്ന് മുന്നേറുന്ന ഒരു കുഞ്ഞു പോലും വൃഥാവിലാവില്ല ജീവിതം. ഒരു കുഞ്ഞു പോലും പരാജയപ്പെടുകയില്ല, ഒരു അക്രമത്തിന് ഇരയാകുകയില്ലെന്ന് ഉറപ്പ് പരിശുദ്ധ അമ്മ നൽകുന്നു. നമുക്ക് തിരിച്ചു വരാം, അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി നമുക്ക് അമ്മയെ മഹത്വപ്പെടുത്താം. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണ തൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണ തൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യ
ഒരു യുവത്വ ജീവിതം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി തൻ്റെ ജീവിത വഴികളിൽ ഭയം ഗ്രസിക്കുമ്പോഴൊക്കെ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതെ, എത്രയും ദയുള്ള മാതാവിനരികിലേക്ക് നമുക്ക് ഓടി അണയാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഉത്രീയ തണലിൽ നമുക്ക് അഭയം തേടാം. തൻ്റെ ഉത്രീയത്തിൽ പൊതിഞ്ഞ് അമ്മ നമ്മളെ പിടിക്കും. സർവ്വ വിപത്തുകളിൽ നിന്ന്, പൈശാചിക തിന്മകളിൽ നിന്ന്, സർവ്വ അപകടങ്ങളിൽ നിന്ന്, വലിയ ദുരന്തങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മളെ കാത്തുപാലിക്കും. ആ കർമ്മലാംബയുടെ വഴിത്താരെ കടന്നുപോയവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ പൂർവികരൊക്കെ ധരിക്കുമായിരുന്നു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ വെന്തിങ്ക ധരിച്ച് നടന്നിരുന്ന നാളുകളുടെ ഓർമ്മകളില്ലേ മനസ്സിൽ? നമുക്ക് മുത്രീയമണിയാം. ലിസ്യൂവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, കുരിശിലെ വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ ചാവറ പിതാവ്, വിശുദ്ധ യൂപ്രാസ്യ അമ്മ ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാ. കർമ്മലാരാമത്തിലെ നിർമ്മല കുസുമമായ അമ്മയോട് ചേരുവാൻ നമുക്ക് ഹൃദയം ചേർത്ത് വയ്ക്കാം. കർമ്മലാംബികയുടെ ഉത്രീയമണിഞ്ഞ് മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ കർമ്മലാംബികയുടെ കരങ്ങൾ വഴി ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. വിനയത്തിലും വിശുദ്ധിയിലും എളിമയിലും അനുസരണത്തിലും ഭക്തിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ഓ കർമ്മല മാതാവേ, അമ്മയുടെ ഉത്രീയത്തിൽ പൊതിഞ്ഞ് എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ. എപ്പോഴും നന്മയുടെ വഴിയിൽ അമ്മ നയിക്കണമേ. കരം പിടിച്ച് യേശുവെന്ന സ്നേഹത്തിലേക്ക് അമ്മ ചേർത്ത് നിർത്തണമേ. ആമേൻ.